വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പത്തിരിയാണ്. ആദ്യം നമുക്ക് പത്തിരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഈ ബൗളിന് 2 ബൗള് മാവെടുക്കും. ഇതിന് ഒരു ബൗളിന് 1.5 ബൗള് വെള്ളമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഇതിൽ 2 ബൗള് മാവ് നമുക്ക് ആദ്യം എടുക്കാം. ആദ്യം വെള്ളം ഒഴിക്കാം, എന്നിട്ട് മാവെടുക്കാം. ഒരു ബൗളിന് 1.5 ബൗൾ വെള്ളം. നമുക്ക് 3 ബൗൾ വെള്ളം എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. വെള്ളം ഏതാണ്ട് ഒരു ഭയങ്കരമായിട്ട് തിളയ്ക്കണ്ട, നമുക്ക് ഒരു മീഡിയം. നമുക്ക് ഇത് ബബിൾസ് ഒരുപാട് വരണ്ട. അതിന് മുമ്പ് നമുക്ക് മാവിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് ഈ മാവ് ഇതിലോട്ടിട്ട് ഏതാണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു ബൗളിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യാം. മാവ് കൗണ്ടർ ടോപ്പിലോട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ നമുക്ക് ഒരേ പീസായിട്ട് എടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരല്പം നെയ്യ് ഇതിലോട്ടിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇപ്പം തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ട നല്ലതായിട്ട് ഇരിക്കുകയാണ്. ഇനി നമുക്കിത് ഉരുട്ടി അതിനെ ചെറുതായിട്ടൊന്ന് പരത്തി ഒരു ഇല എടുത്തിട്ട് ഇത് തിരിച്ച് വേണം വെക്കാൻ ഇല. കാരണം മറ്റേ ഭാഗം വെച്ച് കഴിഞ്ഞാൽ അടയാളം വീഴും. ഇത് ചെറുതായിട്ട് നമുക്കൊന്നിങ്ങനെ ചെറുതായിട്ട് അല്പം വെള്ളം ഇടയ്ക്ക് ഒന്ന് തൊട്ട് ഇതുപോലെ പരത്തി എടുക്കാം. അല്ല ഇങ്ങനെ നമ്മൾ ഈ ഇലയോട് കൂടി നമ്മൾ ഫ്രൈ പാനിലോട്ട് വെക്കും. ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടായിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഇല ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കത് തിരിച്ചിടാം. ഇല വാടി വന്നിട്ടുണ്ട്. നമുക്കിത് ഇലയിൽ നിന്നെടുത്ത് തിരിച്ച് പാനിലോട്ടിടാം. ഇല ഈ പരുവാകുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം. ഇതിന് പത്തിരിക്ക് വേണ്ടി ഒരു കറി തയ്യാറാക്കണ്ടേ? അതിനായിട്ട് ഞാനൊരു ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരല്പം നെയ്യും അല്പം വെളിച്ചെണ്ണയും കൂടി നമുക്കിതിലോട്ടൊന്ന് ഒഴിക്കാം. ഒരു 1/2 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. ഇനി ഒരു 2-3 പീസ് പട്ട ഇടാം. നമുക്ക് ഞാനൊരു 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനായിട്ട് 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്കിടാം. സവാള ഏതാണ്ട് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഞാനൊരു 5 പച്ചമുളക് 2ആയി കീറിയതാണ്. അത് ഒന്ന് ഇട്ട് വഴറ്റാം. ഇനി ഒരു പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതുകൂടി ഇതിലിടാം. നമ്മളിതിൽ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. സ്റ്റൂ ആയതുകൊണ്ട് ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ പച്ചമുളക്. സവാള ഏതാണ്ട് വഴണ്ട് ഈ രൂപത്തിൽ ഇത്രയും ഈ കളറ് ആകുമ്പോൾ നമുക്ക് ചിക്കൻ ഇടാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിലേക്ക്.
ആയിട്ടൊന്ന് വഴറ്റി ഫുള്ള് നല്ല മിക്സ് ആയതിന് ശേഷം നമുക്ക് ഞാൻ ഒരു പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ടിടാം. ഒരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാലാണ്. അത് നമുക്കിതിലോട്ട് ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് ഒരു തിള വരണത് വരെ നമുക്കൊന്ന് വേവിക്കാം. ഇത്തിരി നല്ലതാ പൊള്ളി ഇതുപോലെ പൊള്ളിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് ഫ്രഷ് മല്ലി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് ഏതാണ്ട് ഹാഫ് വേവായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ആ ഫ്രഷ് മല്ലി ഇതിലോട്ടിടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ഇത് നമുക്കിനി ഒന്ന് പ്രഷർ കുക്കറിൻ്റെ അടപ്പിട്ട് വെയിറ്റും ഇട്ട് ഒരു വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. 1 ടീസ്പൂൺ കുരുമുളക്, ഫ്രഷ് കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതായത് ഒരു കുരുമുളക് ഒരു 3-4 പീസ് രീതിയിൽ പൊടിച്ചെടുത്താലും മതി. നമ്മൾ ശരിക്കും അങ്ങ് പൊടിക്കണ്ട. കുരുമുളക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ടിടാം. ഇനി നമ്മൾ 1-ാം പാൽ കൂടി ഇതിലോട്ട് ഒഴിക്കാം. ഓളം 1-ാം പാല്. നമുക്കൊന്ന് ഉപ്പ് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ അല്പം ഉപ്പ് കൂടി ഇടാം. ഏതാണ്ട് ഗ്രേവി ഒരു അല്പം കൂടെ കുറുകി വരാനായിട്ടുണ്ട്. അതിന് നമുക്ക് ഒന്നുകൂടി ചെറുതായിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് മല്ലിയില കൂടി ഇടാം. മല്ലിയില. അപ്പോൾ ഇനി അല്പം കൂടെ ഒന്ന് കുറുകാനുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന പത്തിരി ഇതിലോട്ടിട്ട് നമുക്ക് ഓരോന്നായിട്ടിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇത് ഫുള്ളായിട്ട് ഇതിലിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഏതാണ്ട് അല്പം കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. കാഷ്യൂനട്ട് കുതിർത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ലാസ്റ്റ് ഒഴിച്ച് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു അല്പം മല്ലിയില കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല പാലിൽ കുതിർന്ന് നമ്മളെ പത്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. നമുക്കൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്നൊരു കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.